അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീൻ കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു അനുഭവം ചിന്തിച്ചോ? ഉള്ളിൽ തട്ടിയാണ് ഞാൻ പറയുന്നത്. അമ്മയുണ്ടെങ്കിൽ ഈ സീൻ, ഈ ഒരു അഭിനയ മുഹൂർത്തം നമുക്ക് മെസ്സേജ് അയച്ചോ? വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞു? 100-110 കാർ ഓടിച്ചു. പടം ഇറങ്ങിയിട്ട് മറ്റേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടുത്തെ വളരെ താങ്കളുടെ പടത്തിലാണെങ്കിലും അല്ലേ, അടുത്ത് ഇത്രയും ഒരു വൈകി വരാനുള്ള കാരണമാണ് താങ്കൾ ഇത്രയും നാളും? എൻ്റെ എക്സൈറ്റ്മെന്റ് മൊത്തം ഓരോ ദിവസം രാത്രി ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ADs ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അടുത്ത ദിവസം ഈ സീന് നമുക്ക് ചെയ്യാൻ പോവുക. അതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ എല്ലാവരും കിടന്നുറങ്ങുന്നത്. അത് ഒരു 1-2 ടേക്കേ ഉള്ളൂ. ഈ മമ്മൂട്ടിയുടെ ഒരു ഇരുത്തം, അതൊക്കെ മമ്മൂക്ക നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക അതിനകത്തേക്ക് എത്രമാത്രം ഇൻവോൾവ് ആയിട്ടാണ് അത് വേറെ സ്റ്റൈലിലേക്ക് മാറ്റിയായിരുന്നു? മമ്മൂക്കയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? ആ സീൻ മാത്രമല്ല, എല്ലാ സീനും നല്ല രീതിക്ക് എനിക്ക് ബ്രില്യന്റ് കേൾക്കണം. എനിക്കൊന്നും സിനിമ കണ്ടിറങ്ങുമ്പോൾ അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന്റെ ചേർത്ത് പിടിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ കണ്ട് വളർന്ന അർജുൻ ഭയങ്കര സന്തോഷവാനായിരുന്നു അച്ഛൻ എന്നാണ് എനിക്ക് ആ അച്ഛന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. മമ്മൂക്കയുടെ പല്ലുകൾ, അല്ലെ മമ്മൂക്ക മുറുക്കി ചുമക്കുന്ന ആ ചുമപ്പുകൾ, മമ്മൂക്ക എന്താണ് പറയുന്നത്? ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ മമ്മൂക്ക അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അപ്പൊ അത്തരം കുറെ സംഭവം ഈ ചിരിയുടെ കാര്യത്തിലൊക്കെ മമ്മൂക്ക അല്ലെ? നമസ്കാരം. മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഏറ്റെടുത്തൊരു സിനിമ, ഒന്നും പറയാനില്ല. സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്നൊരാഗ്രഹം. എന്നെ സംബന്ധിച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ഒരു ഫീലേ ഉണ്ടായില്ല, ഒരു സിനിമ കണ്ട ഫീൽ. ആ സിനിമയുടെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ചാറ് എന്നോടൊപ്പമുള്ള 4 പേർക്കും സ്വാഗതം. ഞാനുള്ളത് പറഞ്ഞു, എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ഒരു ഫീൽ കിട്ടിയില്ല, ഒരു സിനിമ കണ്ടിറങ്ങി. എനിക്കങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാൻ സിനിമയിലേക്കാണ് പോയത്, ആ കഥാപാത്രത്തിലൂടെയാണ് യാത്ര ചെയ്തത്. എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. സമ്മതിച്ചോട്ടോ. ഇത്ര നാള് നിങ്ങൾ വൈകിയ വന്നെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന വലിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല ആ സിനിമയെ കുറിച്ച്. എനിക്കൊന്നും ചോദിക്കാനും ഇല്ല. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു നമുക്ക് അന്ന് പോയപ്പോ പക്ഷെ പടം ഇറങ്ങിയിട്ട് ഞങ്ങളൊരു പക്ഷെ ഇനിയും പടം കാണാറുണ്ട്. അതൊന്നും നമ്മൾ ഇപ്പോഴും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് പറയാനൊരു ഇപ്പോഴും പറയാൻ പാടില്ല എന്നുള്ളതാണ് സിനിമ. ഇനി എത്രയോ പേര് കാണും, കണ്ടവർ ഇനിയും കാണാനുണ്ട്, ആഗ്രഹിക്കുന്നു. ഞാനിപ്പോ 2 പ്രാവശ്യം കണ്ടു ഈ സിനിമ. 2 പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടിരിക്കുന്നതാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു പോകാമല്ലോ അല്ലേ? വാർത്താ സമ്മേളനത്തൊക്കെ പറഞ്ഞു, ഈ സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞ ഒരു റിയാക്ഷൻ ഒക്കെ പറഞ്ഞു. മമ്മൂക്ക ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിച്ച് ഇത്ര ഗംഭീരമാക്കി ആ കാരണം ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഒരു ഡയറക്ടറിന് സാധിച്ചത്? അത് മമ്മൂക്ക തരുന്ന ഒരു മാജിക്കാണ്. നമ്മളൊരു ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ മമ്മൂക്കയുടെ ഒരു വേർഷൻ ആണോ, ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മളെല്ലാവരും സ്ക്രീനിൽ കാണുന്നത്. സോ ഈ കഥ പിച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു സ്കെച്ച് ഉണ്ടായിരുന്നു, അത് മമ്മൂക്കടുത്ത് കാണിച്ചു കൊടുത്തു. പറഞ്ഞു ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ക്യാരക്ടറെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ. അപ്പൊ അതിന്റെ ട്രയലൊക്കെ ചെയ്ത് മേക്കപ്പും എല്ലാം ചെയ്ത് ആ ബോഡി ലാംഗ്വേജും എല്ലാം മമ്മൂക്കയുടെ വലിയൊരു ഇൻപുട്ട് ഉണ്ട് അതിൽ. സോ അത് ഐ എം വെരി ബ്ലെസ്ഡ്, അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ ഒരു ക്യാരക്ടർ, കൊടുവൻ പോറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വളരെ രസകരമായ ഒരു ക്യാരക്ടറായി മാറിയത് എനിക്ക് വളരെ സന്തോഷം. പേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കുന്നുണ്ട്, പേടിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ പേടിക്കുന്നുമില്ല. അതാണ് ആ കഥാപാത്രം. അതെ അതെ, അത് ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. അതിന്റെ ഒരു ഗ്രാഫും അതിന്റെ ഒരു ക്യാരക്ടർ ആർക്കും ഒക്കെ ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രസ് മീറ്റിന് മുമ്പ് പറഞ്ഞ മാതിരി ഇത് പേടിക്കാനുള്ള ഒരു ഇന്റൻഷൻ അല്ല, അതൊരു ഹൊറർ. അതിന്റെ ഒരു സെറ്റിങ്ങിലും ക്യാരക്ടറിലൊക്കെയാണ് അതിന്റെ ഒരു ഹൊറർ എലമെന്റ്സ് കിടക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ പേടിപ്പിച്ച് ആ രീതിക്ക് കൊണ്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടില്ല. അതിന്റെ ഒരു ഫിലിമിന്റെ ആ ഒരു ലാംഗ്വേജ് അങ്ങനെയാണ്. അത് ഈ മമ്മൂക്ക ചിരിപ്പിക്കാറുണ്ട്, കരയിപ്പിക്കാറുണ്ട്. ഇതൊരു വല്ലാത്തൊരു ചിരിയായി പോയി അല്ലേ? തീർച്ചയായിട്ടും അത്തരം ഒരു ചിരി നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും 5 പേരാണ് ഈ സിനിമയിലുള്ള അല്ലെ, 5 കഥാപാത്രത്തിലൂടെ യാത്ര ചെയ്യുന്നു. പക്ഷെ ഇവർ 2 പേരും
മമ്മൂക്കായുമാണ് മെയിനായിട്ടുള്ളത് അല്ലേ. മറ്റു 2 കഥാപാത്രങ്ങൾ വേണ്ട സ്ഥലങ്ങൾ വേണ്ട രീതിക്കാണ് ചേർത്തിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഡയലോഗല്ല, അത്രയും നീട്ടി എഴുതുന്ന ഡയലോഗാണ്, പെരുത്തി എഴുതുന്ന ഡയലോഗ്. അത് ഇതിലേക്ക് വന്നപ്പോൾ എത്രമാത്രം അത് ഫലിപ്പിച്ചെടുക്കാൻ പറ്റിയെന്നാണ് തോന്നുന്നത്? ബേസിക്കലി നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ മേലെ നമുക്ക് ഈ ഡയലോഗ്സും കൂടെ വരുമ്പോൾ ടി ഡി സാറിന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. അപ്പൊ അതിലേക്കും കൂടെ വരുമ്പോഴാണ് അതിന് കംപ്ലീറ്റ് ലൈഫ് വരുന്നത്, ആ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് വരുന്നത്. സോ അത് താങ്ക്സ് ടു സാർ, സാറാണത് പറയേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരം ഡയലോഗുകളെ നിങ്ങളുടെ നോവലുകളൊക്കെ വായിക്കുമ്പോൾ വല്ലാത്ത ഡയലോഗുകൾ, നീട്ടിയുള്ള ഡയലോഗുകളൊക്കെയാണ്. അതിലൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, നമ്മൾ ആ ക്യാരക്ടർ ആ സമയത്ത് എന്താണ് പറയാൻ സാധ്യതയുള്ളത് എന്നാണ് ആലോചിക്കുന്നത്. അത് ഏറ്റവും കൃത്യമായിട്ട് പറയാൻ ഉള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. എത്രത്തോളം വിജയിച്ചു എന്ന് വിജയിച്ചു എന്നുള്ള അതിന്റെ ഒരു ചോദ്യം ഇല്ല ഇനി. അപ്പൊ കഴിയുന്നത്ര പരത്തി പറയാതിരിക്കുക, വളരെ കുറച്ച് വാക്കുകളിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ കൺവേ ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോ ഡയലോഗും 5-6 തവണ വീണ്ടും വീണ്ടും മാറി റിവൈസ് ചെയ്തിട്ടാണ് ഫൈനൽ ഇതിലേക്ക്. മാസങ്ങളോളം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഡയലോഗ് എത്രയും കൃത്യമാവുക, ഒരേ സമയം തന്നെ പല രീതിയിൽ ഓഡിയൻസിന് ചിന്തിക്കാനുള്ള പോസിബിലിറ്റി തുറന്നു കൊടുക്കുക. തീർച്ചയായും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ, ഒന്നാമത് ഇത് ഒരു പീരിയഡ് ഫിലിമാണ്. ഒരു സാധാരണ റിയലിസ്റ്റിക് അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കാര്യമല്ല. കഥാപാത്രങ്ങൾ പൂർണ്ണമായിട്ടും മനുഷ്യർ പോലും അല്ല. അപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിക്കും. അപ്പം അത് അങ്ങനത്തെ ഒരു ഡയലോഗ് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2024 കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാൾ പറയുന്ന ഒരു ഡയലോഗ് എഴുതുന്ന പോലെയല്ലല്ലോ. അല്ല. അപ്പം അതിന്, എന്നാൽ ഈ പറയുന്ന 16-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾ ആ കാലത്ത് സംസാരിച്ചിരുന്ന ഭാഷ അതുപോലെ ചെയ്യാനും പറ്റില്ല. ചെയ്താലെന്ന് വെച്ചാൽ നമ്മുടെ പടം കാണുന്ന ഇപ്പോഴത്തെ ആളില്ല, അവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. ഒരുപാട് റോ ആയി പോകും. അപ്പൊ അങ്ങനത്തെ പിന്നെ അപ്പൊ അത് റോ ആവാനും പാടില്ല. എന്നാൽ അതിന്റെ ആ ഒരു കളർ അതിൽ ഉണ്ടാവും വേണം. പിന്നെ ഈ പോറ്റിയുടെ ഒക്കെ ഡയലോഗ് വരുമ്പോൾ ആ ഒരു ഡയമെൻഷനിലാണ് നമ്മൾ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പം മമ്മൂക്കയുടെ ഡയലോഗൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മമ്മൂക്ക മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ഫോം ചെയ്യുന്നത്. നമ്മൾ ഈ സിനിമ സിദ്ധാർത്ഥ പറയുന്നത്, നമ്മൾ ഈ സിനിമ ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടെല്ലാം കാണും. എൻ്റെ ഉള്ളിൽ മൊത്തം കളറായിരുന്നു ആ സിനിമയിലായി. നമ്മൾ സ്ക്രീനിലല്ല, നമ്മുടെ ഉള്ളിൽ കളറായിട്ട് തന്നെ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലേ. അമ്മയാണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്, അച്ഛൻ അത്ര സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് മറ്റേ കളർ പടത്തിൽ അഭിനയിക്കുന്ന പോലെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായി പോയത്. അഭിനയം സെയിം തന്നെ, വന്ന് നിന്ന് ഡയലോഗ് പറഞ്ഞിട്ട് പോകണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും ഇല്ല, അത് എടുത്തതിൽ കാണുന്നതിലേ ഉള്ളൂ ആ വ്യത്യാസം. അതിന്റെ ലെറ്ററിങ്ങിലാണെങ്കിൽ പോലും അല്ലെ, കളറാകുമ്പോ ഒന്ന് മുഴച്ചു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാം. ഇതാകുമ്പം അല്ലെ ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ, യുണീക് ടു ഈച്ച്. ഓരോരുത്തർക്ക് ഓരോ പോലെ ആയിരിക്കും കിട്ടുന്നത്. സിദ്ധാർത്ഥന്റെ ഇരിപ്പാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. കിച്ചണിലൊക്കെ ഉള്ള ഒരു ഇരിപ്പ്, അതൊരു വല്ലാത്തൊരു ഇരിപ്പാണ്. നമ്മള് കേട്ട് പഴകിയ ഇരിപ്പുകൾ, കണ്ട് പഴകിയ ഇരിപ്പുകൾ, കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇരിപ്പുകൾ. ഒരു അടിയാറ് വന്നിരിക്കുന്ന ഇരിപ്പ്, ആ ഒരു ഇരിപ്പൊക്കെ എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യാൻ? അത് നമ്മളൊന്ന് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? അത് സാറ് പറയും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ പുള്ളി നോക്കിയിട്ട് അല്ല അങ്ങനെ ആയിരിക്കില്ല, അപ്പൊ വേറെ ഇങ്ങനെ ആയിരിക്കും, വേണമെങ്കിൽ ആവാം, വേറൊരു ഇരിപ്പ്. സോ അങ്ങനെ നമ്മളത് ഈ പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി ചൂസ് ചെയ്യണതാണ്. അത് പുള്ളി ഭയങ്കര ഇൻസ്ട്രുമെന്റൽ ആണ് ആ കാര്യത്തിൽ. ഡയറക്ടറും കൂടെ ആണ്. അല്ല, രണ്ടുപേരും കൂടെ ചേരുമ്പോ അതിനകത്ത് ഒരു ഏതാണ് ഒരു ഫലത്തിൽ ഒരു സംഭവത്തിലേക്ക് എത്താം. രണ്ടുപേരും കൂടെ ചേരുമ്പോ അതൊരു ഗുണമാവുമല്ലോ. അതൊരു സാധനം വർക്ക്ഔട്ട് ചെയ്തു. പക്ഷെ അവിടെ ഞാൻ തീർച്ചയായിട്ടും ഒരു ആക്ടറും എന്റെ ചില എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളത്, പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. Then he will do it.
അതെന്തായാലും ക്യാപ്റ്റൻ ഇദ്ദേഹമാണല്ലോ, അതെ. ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഇദ്ദേഹമാണല്ലോ. അതെ. അല്ല, നമ്മൾ പറയുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരുള്ള ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഹെൽപ്പ് ആവുന്നു, അത് എളുപ്പവുമാവുന്നു നമുക്ക്. യെസ് യെസ്, കുറച്ചുകൂടെ ടെക്നിക്കലി ബേസ്ഡ് ആയിട്ടും നമുക്ക് സംസാരിക്കാം. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അങ്ങനെയും സംസാരിക്കാം. അതെ, ഉറപ്പായിട്ടും. അർജുൻ, നിങ്ങൾ രണ്ടുപേരും മമ്മൂക്കായും തന്നെയാണ്, പക്ഷെ അർജുന്റെ നല്ല വേറെ രീതിക്ക് നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു അർജുനെയാണ് ഈ സിനിമയിൽ കാണുന്നത്, അല്ലെ? എനിക്കൊന്നും സിനിമ കണ്ടിറങ്ങുമ്പോൾ അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന്റെ ആ ചേർത്ത് പിടിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ കണ്ട് വളർന്ന അർജുൻ ഈ ഒരു സിനിമ മമ്മൂക്കായുടെ കൂടെ ഇത്തരം ഒരു സിനിമയിൽ അഭിനയിച്ചും ഭയങ്കര സന്തോഷവാനായിരുന്നു അച്ഛൻ എന്നാണ് എനിക്ക് ആ അച്ഛന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. സിനിമ കണ്ട് പിന്നീട് അച്ഛൻ എന്ത് സംസാരിച്ചു? പിന്നീട് നിങ്ങൾ സംസാരിച്ചു? ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ. ഇല്ല, യാത്രയായിരുന്നല്ലോ, യാത്രയിലായിരുന്നു. ദുബായിൽ നിന്നും എത്തിയോളന്ന് എനിക്ക് തോന്നുന്നു, ഖത്തർ ദുബായി പോയിട്ട് അല്ലേ? അത് കഴിഞ്ഞപ്പോഴേക്കും കാണാൻ വീട്ടിൽ പോയിട്ട് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും പ്രതീക്ഷയില് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്നു. പക്ഷെ ഞാൻ അധികം ഈ പടത്തിനെ പറ്റി ഒന്നും അധികം പറഞ്ഞിട്ടില്ല, പറയണ്ടെന്ന് എല്ലാവരും വീട്ടിൽ പറഞ്ഞില്ല. കാരണം അച്ഛൻ ഈ എക്സൈറ്റ്മെന്റ് കാരണം ആരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറയില്ല, പക്ഷെ അറിയാണ്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എനിക്ക് ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞില്ല. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. ഇത്തരമൊരു ക്യാരക്ടർ വലിയൊരു ക്യാരക്ടറാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെ? വലിയൊരു ഭാരമാണ് ഡയറക്ടർ തന്നിരിക്കുന്നത്. മമ്മൂക്കാടെ ഒപ്പമാണ് ചെയ്യേണ്ടത്. അതൊരു ഭയപ്പെടുത്തിയിരുന്നു? തീർച്ചയായിട്ടും നല്ല ടെൻഷൻ ഉണ്ടായി. ആദ്യത്തെ 3-4 ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കും. ഭയങ്കര ടെൻഷൻ, എന്താ ചെയ്യുന്നത് പറ്റോടാ നമ്മളെ കൊണ്ട്. പക്ഷെ 5-ാമത്തെ ദിവസമൊക്കെ ഇപ്പൊ സിദ്ധാർത്ഥയുടെ മാറ്റി പറഞ്ഞു, ഇപ്പൊ വലിയ ടെൻഷൻ ഇല്ല, ഭയങ്കര സുഖം, എന്ത് പറ്റി? നമുക്ക് ഇത് ചിലപ്പോ യൂസ്ഡ് ആയിട്ടുണ്ടാവും, അപ്പൊ അങ്ങനെ ഇരിക്കും. പിന്നെ പറഞ്ഞാല് രാവിലേട്ടന്റെയും പിന്നെ എല്ലാവരുടെയും പറഞ്ഞു തരുമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 3-4 ദിവസം ഓട്ടോമാറ്റിക് അറിയാൻ പറ്റുമായിരിക്കും എന്താണ് എങ്ങനെ അപ്പൊ അങ്ങനെ പതുക്കെ ട്രാക്കിലേക്കായി. മമ്മൂക്കായുമായിട്ടുള്ള ഡയലോഗുകൾ, അല്ലെ? മമ്മൂക്കായുമായിട്ടുള്ള ചില ആക്ഷനുകൾ, അല്ലെ, എന്ന് ഞാൻ പറഞ്ഞു. സിനിമ കാണുമ്പോൾ അത് മറ്റുള്ള എന്താണെന്നുള്ളത്, അത്തരം സംഭവങ്ങൾ ചെയ്യുമ്പോൾ മമ്മൂക്കാരുടെ അടുത്താണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കേണ്ടത്. അതെങ്ങനെയാണ് നിങ്ങൾ രണ്ട് കൈകാര്യം ചെയ്തത്? അത് മമ്മൂക്ക തന്നെ 2 ദിവസം പതുക്കെ മാറ്റിയെടുത്ത്. മമ്മൂക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാനായിട്ട്. വർക്ക് സ്പേസിലേക്ക് എത്തി ആക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ടെൻഷൻ. ഇപ്പൊ ഈ അപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ കോ സ്റ്റാറും കൂടെ നമുക്ക് തന്നൊരു വാല്യൂ ആണ്. അങ്ങനെ നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് പുള്ളിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലേ അത് ഇപ്പൊ ഈ പറയുന്ന പോലെ നന്നായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും അതെ. അത് അങ്ങനെ ഒരു ഹെൽപ്പ് മമ്മൂക്കയുടെ ഭാഗത്ത്, മമ്മൂക്ക എല്ലാ പടത്തിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മമ്മൂക്ക അല്ല സെറ്റിൽ വരുമ്പോൾ, സെറ്റിൽ കാണുന്ന മമ്മൂക്ക അല്ല വീട്ടിൽ പോകുമ്പോൾ. മമ്മൂക്കൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് മമ്മൂക്ക. അത് ഒത്തിരി ഫലം കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം അത് അങ്ങനെ നമ്മളെ കംഫർട്ട് ആക്കിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല ഒരിക്കലും. കാരണം ഭയങ്കര ചേട്ടൻ കണ്ടതല്ലേ പടം. അപ്പൊ അങ്ങനത്തെ പിന്നെ ഒരു മെജോറിറ്റി ടൈം എനിക്ക് ചെറിയ പേടികളുണ്ട്. പിന്നെ കുഴപ്പമുണ്ടായില്ല, ആ രീതിക്ക് അങ്ങനെ പോയി. ക്യാരക്ടറിന് ഒരു പേടിയുണ്ട്, അത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. സുഖേട്ടങ്ങടങ്ങ പോയി അങ്ങനെ യാത്ര ചെയ്തു, അല്ലെ? കട്ട് പറയുമ്പോ കട്ട് പറയുമ്പോ ഈ അതിനകത്ത് എനിക്ക് ഏറ്റവും മനസ്സിൽ ഒരു വിഷമവും, ഞാൻ കണ്ട അച്ചു എന്ന് വിളിക്കണം കേട്ടോ, നമ്മൾ ചെറുപ്പം ഞാൻ കണ്ട അച്ചു ആ ഒരു സീനിൽ, ആ സീൻ ഞാൻ പറയുന്നില്ല, വീട്ടിൽ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന ആ സീനിൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമവും എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ട അച്ചു അല്ലാതെ അത് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? വൃത്തിക്ക് ചെയ്യാന്നുള്ളത് തന്നെ ഉണ്ടായുള്ളൂ. ഏറ്റവും സെറ്റ്. ഇപ്പൊ ആ സീൻ മാത്രമല്ല, എല്ലാ സീനും നല്ല രീതിക്ക് എനിക്ക് ബ്രില്യന്റ് കേൾക്കണം. അതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. കേൾക്കുന്നുണ്ടോ? അപ്പൊ അതന്നെയായിരുന്നു മാക്സിമം നല്ല ഔട്ട് കൊടുക്കുക, ഹാപ്പി ആക്കുക, എന്നാലും നമ്മളെ ഹാപ്പി ആവുള്ളൂ. ഇപ്പൊ ഡയറക്ടറിന് അല്ലെങ്കിൽ ആർക്കായാലും നമ്മൾ കൊടുക്കേണ്ട രീതിക്ക് അത് പ്രോപ്പർ കൊടുത്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഹൈ ആണ് ഷൂട്ടിംഗ് സമയത്ത്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട്, നല്ല മൂഡ് കിട്ടി ചേട്ടാ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ കൂടുതലും കേരളത്തിലുണ്ടാവും. അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഡിസ്കസ് ചെയ്യുന്നത് സിദ്ധുവേട്ടനായിട്ടായിരിക്കും. അപ്പൊ ഇന്ന് നല്ല മൂഡായിരുന്നു ചെയ്തത്, മറ്റേ സീൻ ഒത്തില്ല. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു പരിപാടി ചെയ്യുമ്പോൾ.
അതായത് ഈ നമ്മൾ മനസ്സിൽ കണ്ട ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ആർട്ടിസ്റ്റ് അവരുടെ നിന്നൊരു നമ്മൾ കണ്ടതിന്റെ ഒരു 50% കിട്ടിയാൽ തന്നെ നമുക്ക് ഹാപ്പിയാണോ, സംഭവം പൊളിക്കാം, വേറെ എടുക്കാം. അപ്പൊ അതിന്റെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ മനസ്സിൽ കഥ ഒരു ക്യാരക്ടറെ മൈൻഡിൽ കണ്ടിട്ട് എഴുതുന്നത്. ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു മാനറിസും ഒക്കെ തുടക്കം തൊട്ട് എനിക്ക് ഇവരുടെ എല്ലാവർക്കും കിട്ടി. അതുകൊണ്ട് ആ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്, നോക്ക് എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഒന്നും പറയുന്നുമില്ല, പറഞ്ഞാൽ ഇനി അടുത്ത ദിവസം വരും വേറെ എന്തൊക്കെ ആയാലോ. അത് ബുദ്ധിപരമായിട്ട് നീക്കുവാണല്ലോ, പിന്നെ നല്ലതാണ്. അങ്ങനെ തന്നെയാണ്. അതെനിക്ക് അപ്ലൈ കത്തിയല്ലോ, പെട്ടെന്ന് കത്തിയല്ലോ. ഈ കഥാപാത്രങ്ങൾ ഇപ്പം സിദ്ധാർത്ഥനും അർജുനും മറ്റു രണ്ട് കഥാപാത്രം, സിദ്ധാർത്ഥ് തുടക്കം മുതലുള്ള ഒരാളാണ് അല്ലേ, നമുക്കായി സിദ്ധാർത്ഥം തുടങ്ങും, അർജുൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ്. ഈ സിദ്ധാർത്ഥ് തന്നെ അവിടെ എന്നുള്ള ഒരു സാധനം തീരുമാനിക്കാൻ ഡയറക്ടറിന് ഉണ്ടായിരുന്ന ഒരു ധൈര്യവും ആ ഒരു വിശ്വാസം എങ്ങനെയാണ് സിദ്ധാർത്ഥാണ് ആ കഥാപാത്രം ചെയ്യേണ്ടത്? അത് നമ്മൾ ആ പ്രീ പ്രൊഡക്ഷന്റെ സ്റ്റേജിൽ ഫസ്റ്റ് മമ്മൂക്കയാണ് ഇതിൽ കാസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. അതിനുശേഷം എനിക്ക് ഇതുമാതിരി നമ്മള് ആ ഒരു ഈ ക്യാരക്ടറിന് ഒരു റോനെസ് ഉണ്ട്, ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജും, ഭയങ്കര നാസ്റ്റി ഫിൽത്തി അറ്റ്മോസ്ഫിയറിലാണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ആലോചിച്ചിട്ട് എൻ്റെ ഒരു ഏഡിയാണ് ഇങ്ങനെ കുറെ സജഷൻ തന്നപ്പോ അതിലാണ് പെട്ടെന്ന് എനിക്ക് സിദ്ധുവിനെ ഫോട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയത്. അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സിദ്ധുവിനെ വിളിക്കും, നമുക്ക് ചെയ്യാം. ഏടി ദിന്നാഥ് പുത്തഞ്ചേരി, അതാണ് അവൻ കുറെ പറഞ്ഞിട്ട് പൊക്കി പറയാനെ കുറിച്ച് എല്ലായിടത്തും പറയണ്ടല്ലോ, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ ഇപ്പൊ പറഞ്ഞ ഈ ക്യാരക്ടർ പറ്റിയാണ്. സിദ്ധാർത്ഥ വെറുതെ ഇരിക്കുമ്പോൾ ആ ഒരു സ്റ്റൈലാണ്, കൂടുതൽ ഓവറായിട്ട് സംസാരിക്കില്ല. എനിക്ക് കാഴ്ചപ്പാടിൽ കണ്ടേക്കണം, നമ്മൾ ചോദിക്കുന്ന മറുപടി എപ്പോഴും ബോഡി ലാംഗ്വേജ് സിദ്ധാർത്ഥ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിന് നിങ്ങൾ പറഞ്ഞ പോലെ കണ്ടെത്തിയ ക്യാരക്ടർ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി വേറെ ആളുണ്ടെന്ന് എനിക്ക് പറയാനും പറ്റില്ല. അടിപൊളിയാണ്. അർജുനിലേക്ക് എത്തുന്നത് ഇതേപോലെ തന്നെ അർജുന്റെ കണ്ണ് കണ്ടില്ല, ഭയങ്കര പവർഫുള്ളാണ്. സീരിയസ്ലി വെരി പവർഫുൾ ഐസ്. അപ്പൊ ഞാൻ ഫസ്റ്റ് അർജുനെ ആദ്യം നേരിട്ട് കാണുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഐസ് ഭയങ്കര പവർഫുൾ ആണ്. അങ്ങനെ പിന്നെ കഥ പറഞ്ഞു, അർജുന അത് ഭയങ്കര ഇഷ്ടമാവും. അല്ല, ആസിഫ് ആയിരുന്നു വന്നിരുന്നല്ലോ. ഫസ്റ്റ് മമ്മൂക്കയാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ എനിക്കിങ്ങനെ ഓപ്ഷൻസ്, ഇതെല്ലാം പ്രൊജക്ട്സ് എല്ലാം ഓണായി വരുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് ഡേറ്റും ടെക്നീഷ്യൻസ് ഡേറ്റും ഇതെല്ലാം ആ ഒരു സ്പേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ വിചാരിച്ച മാതിരി ആർട്ടിസ്റ്റിന് കിട്ടില്ല, ചിലപ്പോൾ വിചാരിച്ച മാതിരി കിട്ടും. അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പ്രീ പ്രൊഡക്ഷന്റെ ഒരു മേജർ ഫേസ്. അപ്പൊ അങ്ങനെ കറക്റ്റാണ്. ആസിഫിനെ മീറ്റ് ചെയ്യും, സംസാരിക്കുകയും ചെയ്തു. ബട്ട് അർജുൻ ഇസ് ഡൺ ആൻ അമേസിംഗ് ജോബ്. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി അർജുൻ ചെയ്തതിൽ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ അർജുനിൽ വിധിച്ചത് തന്നെയാണത് അല്ലെ എല്ലാരും അവരവർക്ക്. അതെ, തീർച്ചയായിട്ടും അർജുനിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്തുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ഒരു സെറ്റിലുള്ളപ്പോഴാണെന്ന് തോന്നുന്നു, ആസിഫും അർജുനും ഒരുമിച്ചുള്ളപ്പോഴാണ്. ഞാൻ ഫസ്റ്റ് വിളി വന്നപ്പോ ആസിഫ് എനിക്ക് അറിയില്ലായിരുന്നു ആസിഫ് ഖാൻ ചെയ്യാറുന്ന ഡയറക്ടറാണ്. ഞാൻ ആസിഫ് എടുത്ത് ആസിഫ ഞാൻ ഭൂതാരത്തിന്റെ ഡയറക്ടർ പഠിച്ചിട്ടുണ്ട്, മീറ്റ് ചെയ്യണം. ഞാൻ കേട്ട കഥയാ, നീ കേട്ടോ പൊളിപ്പരിപാടിയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറയാനല്ലേ ആ ക്യാരക്ടർ അങ്ങനെ അങ്ങനത്തെ അവര് അങ്ങനെ കിട്ടിയാലാണ് അടിപൊളിയായി വരിക. രണ്ടുപേരും ഭയങ്കര എക്സ്ട്രോർഡിനറി പെർഫോമൻസ്. ആ കണ്ണ് രണ്ടുപേർക്കും ഉണ്ടല്ലോ, ആ യുണീക്നെസ് ഉണ്ട്. അല്ല, രണ്ടുപേർക്കും കണ്ടുകൊണ്ട് രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളുമാണ്. അപ്പൊ ഒരു സുഹൃത്തിലെ അടുത്ത സുഹൃത്തിന് സിനിമ ആ കഥാപാത്രം കിട്ടുമ്പോൾ രണ്ടുപേരും ഹാപ്പിയാണ് എന്നാണ് ഞാൻ കാണുന്നത് കേട്ടോ. അല്ല, അസൂയൊന്നുമില്ല, രണ്ടുപേരും ഒരേപോലെ ഒരുമിച്ചുള്ള സ്നേഹബന്ധമുള്ളവരാണ് ഇവര്. അതുകൊണ്ട് അവർക്ക് ആസിഫിന് കിട്ടില്ല, അർജുന് കിട്ടുമ്പോ അതിൽ അപ്പുറത്തേക്ക് സന്തോഷിക്കുന്നത് ഞാൻ കാണുന്നു കേട്ടോ ആസിഫിന്. അല്ലേ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇക്കയുടെ ബർത്ത്ഡേക്ക് പോയപ്പോ ഇക്ക കുറെ സംസാരിച്ചതിനെ പറ്റി ഭയങ്കര ഹാപ്പിയാണ്, പ്രൗഡായി, മറ്റേ ട്രെയിലർ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഈ പറഞ്ഞതുപോലെ ഇപ്പം ഡയറക്ടർ പറഞ്ഞല്ലോ, സിദ്ധാർത്ഥിന്റെയും അർജുന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ സബ്ജക്ട് എഴുതുമ്പോൾ മമ്മൂക്കാനെ കണ്ട് എഴുതുന്നു, പിന്നീടാണ് നിങ്ങൾ ക്യാരക്ടറിലേക്ക് വരുന്നത്. അപ്പൊ സിദ്ധാർത്ഥാണ് എന്ന് പറയുവാണ് നമ്മൾ, രാഹുൽ എന്ന് പറയുകയാണ്. അപ്പൊ എന്താണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്?
അല്ല സിദ്ധാർത്ഥ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് പൂർത്തിയായി. അല്ല പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു നമുക്കൊരു ആർട്ടിസ്റ്റ് അവിടെ വേണമല്ലോ. അതെ, അവിടെ വന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? വളരെ കറക്റ്റ് ചോയ്സ് ആണെന്ന്. ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ നമ്മൾ എനിക്കൊന്ന് സാറായിട്ട് ഇരിക്കുമ്പോൾ ആർട്ടിസ്റ്റ് അങ്ങനെ ഫിക്സ് ആയില്ല. മമ്മൂക്ക മാത്രമേ ആ ഒരു ക്യാരക്ടർ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഒരുപാട് അത് മാത്രമേ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് സിദ്ധുവും അർജുനും ഫിക്സ് ആയതോ ബാക്കി ക്യാരക്ടേഴ്സ് ഫിക്സ് ആയതോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അത് ഈ എഴുത്തിന്റെ ഒരു പ്രോസസ്സിന്റെ ശേഷമാണ് അത്രയും ഫിക്സ് ആകുന്നത് അല്ലെ? ഈ മമ്മൂട്ടിയുടെ ഒരു ഇരുത്തം, അതിൽ നമ്മൾ തുടക്കം കാണുന്നത് സിനിമ കണ്ടവർക്കറിയാം, കാണാത്തവരുടെ ഇരുത്തം എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. അതൊക്കെ മമ്മൂക്ക നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക അതിനകത്തേക്ക് എത്രമാത്രം ഇൻവോൾവ് ആയിട്ടാണ് ഇതിങ്ങനെ ഇരുന്നാൽ അത് വേറെ സ്റ്റൈലിലേക്ക് മാറ്റിയായിരുന്നു. മമ്മൂക്കയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? അത് എക്സ്ട്രാordinary എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ പറഞ്ഞത് കുറഞ്ഞു പുള്ളി വരുന്നു ചെയ്യുന്നു കാണുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിച്ചൊരു ക്യാരക്ടർ നമുക്ക് അത് ഡെലിവർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര സ്റ്റണ്ടായി പോവാണ്. ഓ മൈ ഗോഡ്, ഇത് ആ ക്യാരക്ടറിന്റെ ലൈഫ് വരികയല്ലേ. സോ അത് ഒരു 1-2 ടേക്കേ ഉള്ളൂ. ഒരുപാട് ടേക്സ് ഇല്ല. കാരണം ഫസ്റ്റ് സെക്കൻഡ് ടേക്ക് തന്നെ ലൈക്ക് സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. പക്ഷെ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും സജഷൻ പറഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഓക്കെ എന്നാ പിന്നെ ഒന്നും കൂടെ പോയിക്കോ, ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഇതേമാതിരി ഒരുപാട് സീക്വൻസ് ഉണ്ടല്ലോ, കുടുംബൻ പോലെയുള്ള സീക്വൻസ് എല്ലാ സീനിലും എന്തെങ്കിലും ഒരു എലമെന്റ്സ് ഉണ്ടാവും, എക്സൈറ്റിംഗ് ആയി തോന്നിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളുണ്ടാവും. അപ്പോൾ എന്റെ എക്സൈറ്റ്മെന്റ് മൊത്തം ഓരോ ദിവസം രാത്രി ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ADs ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അടുത്ത ദിവസം ഈ സീന് നമുക്ക് ചെയ്യാൻ പോവുക, അതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ എല്ലാവരും കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഇത്രയും ദിവസം പോയത് നമുക്ക് അറിഞ്ഞത് പോലും ഇല്ല. ഭയങ്കര പകിട സീക്വൻസും ഇൻട്രോ സീനും ഒരുപാടെണ്ണം. കുറച്ച് സീക്വൻസ് ആണെങ്കിൽ അതെല്ലാം ഗംഭീരമായിട്ട് തീർച്ചയായിട്ടും ആ ചിരിയിൽ വരെ ഉണ്ടല്ലോ. എനിക്ക് കാതൽ സിനിമയില് മമ്മൂക്ക, ഞാൻ കാതൽ സിനിമ കണ്ട് മമ്മൂക്കാനെ നേരിട്ടപ്പം മമ്മൂക്ക പറഞ്ഞൊരു ഡയലോഗുണ്ട്, ആ ദൈവമേ എന്നുള്ളൊരു വിളി സ്ക്രിപ്റ്റിൽ പോലും ഇല്ല, ഞാനത് ചെയ്തതാണ്. അതാണ് ജനങ്ങളെ ഏറ്റെടുത്തത് അല്ലെ? അച്ഛനുമായിട്ടുള്ള ദൈവമേ എന്നൊരു വിളിയുണ്ട്, ഞാനത് ചെയ്തതാണ്, സ്ക്രിപ്റ്റ് ഇല്ല എന്നോട് സോറി മമ്മൂക്ക പേഴ്സണലായിട്ട് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അത്തരം കുറെ സംഭവം ചിരിയുടെ കാര്യത്തിലൊക്കെ മമ്മൂക്ക അല്ലെ? അതെ തീർച്ചയായും അങ്ങനത്തെ കുറെ എലമെന്റ്സ് ഉണ്ട്. നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരുപാട് പെർഫോമൻസ് നമുക്ക് തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുമല്ലേ ആ മനുഷ്യൻ വീണ്ടും വീണ്ടും. തീർച്ചയായും ഒരു സീക്വൻസ് ഉണ്ട്, പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പറയാം, പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. ഒരിക്കലും പറയല്ല, സിനിമയിൽ എത്ര പേര് കാണണം. ഞാനത് ഒന്നിലേക്കും വരാതെ ഇങ്ങനെ ഞാൻ റിലീസ് മുമ്പ് എടുക്കുന്നത് തന്നെ ഇപ്പോഴും എടുക്കുന്നത് എനിക്ക് ഇതുകൊണ്ടാണ് നമ്മളൊന്നും പറയാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുക്കണം, എനിക്കൊന്നും പറയാൻ പറ്റണില്ല. സ്വയമേ പറയാതിരിക്കണല്ലേ എന്റെ മനസ്സിൽ ഇങ്ങനെ പക്ഷെ ചോദിക്കാനും പറ്റില്ലല്ലോ. ചോദിച്ചാൽ ബാക്കിയുള്ള എക്സ്പീരിയൻസ് നഷ്ടപ്പെടും. അത് ഉറപ്പ് തന്നെ, അത് മാറ്റമൊന്നുമില്ല. എന്തായാലും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മമ്മൂക്ക ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നും ഹിറ്റാണ്. താങ്കളുടെ പടത്തിലാണെങ്കിലും അല്ലെ, അതിനകത്ത് ഇത്രയും ഒരു വൈകി വരാനുള്ള കാരണം താങ്കൾ ഇത്രയും നാളും ഒരു വെയിറ്റിംഗ് എടുത്ത്? അത് ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ അത് സിനിമയായിട്ട് ബന്ധമുള്ള അതെങ്കിലും പറയാമോ? അല്ല, എന്റെ പേഴ്സണൽ അല്ല, ഈ സിനിമയായിട്ടുള്ള കഥയല്ലോ. അതെങ്കിലും പറയൂ, സിനിമയായിട്ടുള്ള കഥയല്ലല്ലോ. അല്ല, എന്റെ ഫസ്റ്റ് ഫിലിം 2012 വരുന്നത്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, 8 yearsന് ശേഷമാണ് 2020 ഭൂതകാലം എന്ന് പറഞ്ഞ ഫിലിം. അപ്പൊ ആ ഒരു സ്പാൻ ഓഫ് ടൈം ഞാൻ കുറെ എങ്ങനെ ഒരു ഫിലിം ചെയ്യാ എന്നുള്ള ഒരു പ്രോസസ്സിലായിരുന്നു. ഇതിന്റെ കഥ ഉണ്ടാവുന്നതും ആ ഒരു സ്റ്റേജിൽ തന്നെ 2017 അത് എഴുതുന്നത്. പക്ഷെ എനിക്ക് അന്ന് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റില്ല. അന്നും മമ്മൂക്ക ആവണം തന്നെയായിരുന്നു. അന്നും ഈ മമ്മൂക്കയുടെ സ്കെച്ച് ഉണ്ടായിരുന്നു കയ്യില്. പക്ഷെ അത് അന്ന് എനിക്ക് മൗണ്ട് ചെയ്യണമെങ്കിൽ ഐ നീഡ് ടു ഹാവ് ഫസ്റ്റ് ഒരു നല്ലൊരു പടം ചെയ്ത് പ്രൂവ് ചെയ്തിട്ട്. ആ ഒരു ടൈം ആയിരിക്കാം ഞാൻ വൈകി വന്നത്. ഇല്ല, വൈകുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്കൊരു സിനിമ, പിന്നെ വരുന്ന സിനിമ അതിനും അപ്പുറത്തേക്ക് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വേറെ ആണല്ലോ. വൈകിയാൽ പിന്നെ വരുന്ന സിനിമ അതിന്റെ അപ്പുറത്തേക്ക് നിൽക്കണം. അത് മമ്മൂക്കാനെ കൊണ്ട് തന്നെ വരാനും പറ്റിയല്ലോ. അത് രാഹുലിനെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും വലിയൊരു
ഏറ്റവും ആദ്യം ഈ സിനിമ കണ്ടിട്ട് കുറെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമായിരിക്കുമല്ലോ, വിളിച്ചിട്ടുണ്ടല്ലോ കണ്ടവർ. അങ്ങനെ ഒരു കോള് വന്നത് ആരെ ഓർക്കുക? എനിക്ക് സിനിമ ചെയ്തതില് കോൾ വന്നത് ആദ്യമായിട്ടാണ്. അതല്ലേ? റിലീസായിട്ടാ. ഈ സിനിമ കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ കമ്പനിക്കാരൊന്നും വിളിക്കാറുണ്ടായില്ല. മെസ്സേജൊക്കെ അയച്ചിരുന്നു. പക്ഷെ ഈ പടം ഇറങ്ങിയിട്ട് മറ്റേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയവരുടെ അവിടുന്ന് ഇവിടുന്ന് കോളരുണ്ടായി. ട്രെയിലർ റിലീസ് ആയപ്പോ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ചേട്ടാ അതെ ആരൊക്കെ വിളിക്കണേന്നൊക്കെ. സിനിമ റിലീസ് ആയിട്ട് ട്രെയിലറിൽ എന്റെ വിളി വന്നു. ഭയങ്കര വൻ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റേ ഇതുവരെ കിട്ടാത്ത ടൈപ്പ് ഓഫ് ഒരു പരിപാടി. ഇപ്പൊ കുറെ പേര് വിളിച്ച്, ചാക്കോച്ചൻ വിളിച്ച്, ജയേട്ടൻ വിളിച്ച്, ഫഹദ്ക്ക മെസ്സേജ് അയച്ച്, അങ്ങനെ അങ്ങനെ കുറെ നല്ല ബേസിലേട്ടൻ വിളിച്ച്, ജിത്തുച്ച് സാറ് ടാഗ് ചെയ്ത്. അല്ല അതാണല്ലോ സ്റ്റേറ്റ് അവാർഡിന് അപ്പുറത്തേക്കാന്ന് പറഞ്ഞില്ലേ? അല്ല എനിക്ക് അവാർഡ് കിട്ടി. അതെ, സ്റ്റേറ്റ് അവാർഡ് അപ്പുറത്തേക്കുള്ള ഒരു അവാർഡാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇത്രയും സിനിമ ചെയ്തിട്ടും ആരും ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നല്ലാതെ എത്രയോ ക്യാരക്ടർ. അല്ല കൂടെയുള്ള എന്റെ ഞാൻ എപ്പോഴും കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് അടക്കം ടാഗ് ചെയ്യണ വെച്ചാല് സോ പ്രൗഡ് ടു ബി യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നെ എല്ലാ സിനിമയിലും കണ്ടതെന്ന് പറയുമ്പോ തന്നെ സക്സസ്. ഒരിക്കലും അർജുന സിനിമയിൽ കണ്ടിട്ടില്ല. ബാക്കി എല്ലാ പടത്തിലും എന്നെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും, ഞാൻ തന്നെ ആയിരിക്കും ചിലപ്പോ. പക്ഷെ ഇതില് എന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഹാപ്പി. ഓക്കെ, സംഭവം ഏറ്റിട്ടുണ്ട്, മനസ്സിലായി. നമുക്ക് ചില സമയത്തിൽ ഈ സിനിമയില് ഉച്ചത്തിൽ സംസാരിക്കും ക്യാരക്ടറിനോട്, അല്ലെ? അത് നമ്മളെ ഭയപ്പെടുത്തുന്ന നിലയിലാണ്, നമ്മളെ പേടിപ്പിക്കുന്ന നിലയിലാണ്. ആ ഒരു സംഭവങ്ങളൊക്കെ മമ്മൂക്ക പറയുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന എന്താണ്? ഭയം വരും. അപ്പൊ ആ സമയത്ത് ഭയം വരണം, അല്ലെങ്കിൽ ഫേസിൽ കാണില്ല. അപ്പൊ വന്നോളം പിന്നെയും വരുന്നത് ഭയം വരുന്നത് പിന്നെയും ഭയം വരും. അങ്ങനെയായിരുന്നു, അടിപൊളിയായിരുന്നു. ഏതെങ്കിലും സമയത്ത് നമ്മൾ ചെയ്തത് കുറഞ്ഞു പോയി എന്ന് തോന്നിയോ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ? അത് പക്ഷെ പറയാൻ പറ്റില്ല. ആ ഷോട്ട് വെച്ചില്ല, ഞാൻ പറയാൻ ചെയ്തത്. ആ ഷോട്ട് വെച്ചിട്ടുള്ളൂ. ചെറിയൊരു സാധനം, അത് ടെൻഷൻ കാരണമാണ്. അത് പിന്നെ പറയാം, അടുത്ത ഇന്റർവ്യൂ പറയാം. എല്ലാം റിവീലിംഗ് ഒരു ഇന്റർവ്യൂ. ആക്ച്വലി എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാവും. അത് ചെറിയ അതിന്റെ ഫോഴ്സ് പോരാ, ഒത്തില്ല ചെയ്തിട്ട്. വളരെ 1-2 സിറ്റുവേഷൻ അത്രേ ഉള്ളൂ. കറക്റ്റ്. ശരിക്കും കുടുംബൻ പോറ്റി ഇതാണ്. ഞങ്ങള് പോറ്റി പുള്ളിനെയാണ് പോറ്റി ഇത് വിളിക്കാറ്. ഞങ്ങള് മറ്റേ ആൾക്കാരും അടിമപ്പണി. ശരിയാ, ഡയറക്ടർ പോറ്റി തന്നെയാണ് അവിടെ. നമ്മൾ അടിമകളായിട്ട് നിൽക്കുവാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു അല്ല, അങ്ങനെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും അത് വേറെ നിലയിലാണെങ്കിൽ അല്ല. അപ്പൊ നമ്മൾ നേരെ ഡയറക്ടർ എടുത്തിട്ട് പറയുന്നത് എന്താ, എനിക്ക് ടെൻഷനാണ്, കാര്യം തുറന്നു പറയാം, നമുക്ക് അതിന് വേറെ വഴി ഉണ്ടാക്കാം. അതിന് വേറെ ഒരു വഴി ഉണ്ടാക്കി, അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ലാണ്ട് പോയി. അത് മമ്മൂക്കാരുടെ അടുത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനത്തെ സീനുകൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്, മാറ്റമൊന്നുമില്ല. അതെല്ലാവർക്കും ഉണ്ടാവുന്നല്ലേ ഒരു സീനിയർ ആർട്ടിസ്റ്റ്. പിന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും. പല സിനിമയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പല ആൾക്കാരെ കഥകൾ പറഞ്ഞിട്ടുമുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. സിദ്ധാർത്ഥനെ സംബന്ധിച്ചുള്ള ഇപ്പൊ ചെയ്തു വെച്ച സിനിമകൾ കുറെ സിനിമകൾ ചെയ്തു വെച്ചു, അല്ലെ? പല സിനിമകൾ ഒരു ഡയറക്ടർ ആകണം എന്നുള്ള ആഗ്രഹം അതൊരു ആക്ടറിലേക്ക് മാറുന്നു. ഇപ്പോഴും മനസ്സിൽ ഡയറക്ടർ എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏതാണ് എന്ന് ഉറപ്പിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അതങ്ങനെ ഉറപ്പിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ രണ്ടും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ജോബാണ്. സോ ഇത് വരുമെങ്കിൽ അത് ചെയ്യും. നല്ല നല്ല വേഷങ്ങൾ വരും, അപ്പോൾ അങ്ങനെ അത് ചെയ്യും. നല്ല കഥകൾ പറയണം തോന്നുവാണെങ്കിൽ ഇത് ചെയ്യും. ലക്കി ദാറ്റ് ഐ ക്യാൻ ബാലൻസ് ബോത്ത്. രണ്ടും ചെയ്യാൻ പറ്റും. ഒരു നടൻ എന്ന നിലയിൽ കണ്ടെത്തിയ ആളുകളുണ്ടല്ലോ, നടനാണ് സിദ്ധാർത്ഥൻ, നടനാണ് എന്ന് കണ്ടെത്തിയവരും ഡയറക്ടർ എന്ന നിലയിൽ കണ്ടെത്തിയവരുണ്ട്, അല്ലെ? അതില് ഏറ്റവും സിദ്ധാർത്ഥന് ഇഷ്ടം തോന്നിയത് ഒരാള് പറഞ്ഞാൽ ആരെയായിരിക്കും? നടൻ എന്ന ലൈനില് രാഹുൽ സദാശിവനെ ഇഷ്ടമാണ്. പുള്ളിയാണ് ഇപ്പൊ എനിക്കൊരു സാധനം തന്നേക്കുന്നത്. പിന്നെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സിനെയും എനിക്കിഷ്ടമാണ്. ഞാൻ പറയണ കേട്ടിട്ടുണ്ട് എല്ലാവരും. ഭയങ്കര സൗണ്ട് പറഞ്ഞ കേട്ടിരുന്നത് പല അർത്ഥങ്ങൾ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഈ കഥാപാത്രം കൃത്യമാണ് ഈ പറയുന്നത്. അതെ, അത് പുള്ളി ഷേപ്പ് ചെയ്ത് പുള്ളി നമ്മളെ കണ്ടെത്തി വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു നല്ലൊരു വേഷം തോന്നുന്നു. അപ്പോൾ ഹി ഹാസ് ഫൗണ്ട് സംതിങ് ഇൻ മീ. ഇതുപോലെ ആൾക്കാർ പിടിക്കുമായിരിക്കും, വേറെ ഡയറക്ടേഴ്സ് നമ്മൾക്ക് നല്ല വേഷങ്ങൾ തന്നു മേ ബി കൊണ്ടുവരുമായിരിക്കും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീൻ കാണുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം ചിന്തിച്ചോ?
സന്തോഷം ഉണ്ടായിക്കണം. ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പൊ അശോകൻ ചേട്ടന്റെ കാര്യം പറഞ്ഞു അതെ അതെ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആ ചോദിച്ചത്. അമ്മയ്ക്ക് സിദ്ധാർത്ഥന്റെ ഈ ഒരു വേഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ആത്മാർത്ഥമായ ബന്ധത്തിൽ ഉള്ളിൽ തട്ടിയാണ് ഞാൻ പറയുന്നത്. അമ്മയുണ്ടെങ്കിൽ ഈ സീൻ, ഈ ഒരു അഭിനയ മുഹൂർത്തം ഉറപ്പായിട്ടും ഒരു സിനിമാ കുടുംബത്തിൽ സിനിമ കേട്ട് പല കഥകളും പറഞ്ഞു വന്ന കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സിനിമാ കഥകൾ ഒത്തിരി കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അല്ല ഞാനും ആഗ്രഹിച്ചിരുന്നു ഒരു നിമിഷം. പിന്നെ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിട്ടു. തീർച്ചയായിട്ടും ആ ഒരു നിമിഷം അതിന്റെ അപ്പുറത്തേക്കുള്ള നിമിഷമാണ്. എല്ലാം കാണും എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മളെല്ലാവരും. അതങ്ങനെ കണ്ടു തന്നെ പോകുന്നുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. ഇനിയൊരു സിനിമ ഉണ്ടെങ്കിൽ ഇവരൊക്കെ നമുക്ക് വേണ്ടേ? തീർച്ചയായും. ഞാൻ ചോദിച്ചു ഇല്ലെങ്കിൽ അടുത്ത സിനിമ ചെയ്യല്ലോ. ഞങ്ങൾ സമരം പോറ്റി തിരിച്ചെടുക്കണം ചോദിക്കും. ഇതൊരു ഒരു സംഭവമാണ്, ഇതൊരു കഥയാണ്, ഒരാളുടെ ജീവിത. ഇത് കോടതിയിലൊക്കെ കേസ് വന്നു. അന്ന് തന്നെ നമ്മൾ കോടതി വരുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ കേസ് വരുന്നത് ഈ പേര് മാറ്റണം എന്നുള്ള അതിന് മുമ്പ് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഡയലോഗുകളൊക്കെ. ഇത് ഞാൻ മുമ്പുള്ള ഇന്റർവ്യൂസും പറഞ്ഞു, ഇത് നമ്മൾ ആരെയും ഉദ്ദേശിച്ചിട്ടല്ല ആ പേരിട്ടത്. ആ ഒരു കാലഘട്ടത്ത് ഭയങ്കര കോമൺ നെയിം ആയിരുന്നു ആ പേര്. അപ്പൊ അത് പാട്ടിറങ്ങിയപ്പോ ഒരുപാട് പേര് അത് ആ പേര് അങ്ങനെ കണക്ട് ചെയ്തു. നമുക്ക് താല്പര്യം. അതെ, കൺസേൺ റേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തു. പ്രൊഡ്യൂസർ സംസാരിച്ചു, മമ്മൂക്കോട് സംസാരിച്ചു, നമ്മളത് മാറ്റി. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഈ ഒരു പ്രൊഡ്യൂസറിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് ഒരു വലിയ ചലഞ്ചാണ്. പ്രൊഡ്യൂസർ അതെ, അത് ആക്ച്വലി ഭൂതകാലം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരുപാട് വേറെയും കുറെ പ്രൊജക്ട്സ് ഒക്കെ ഇങ്ങനെ എനിക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതുമാതിരി എനിക്ക് വയനാട് സ്റ്റുഡിയോ എന്നൊരു കോള് വന്നു. അങ്ങനെ റാം സാറാണ് വിളിക്കുന്നത്. എന്നെ നമ്മുടെ സൗണ്ട് മിക്സിലെ രാജ വിഷ്ണു സാറ് പുള്ളിയാണ് പറഞ്ഞിങ്ങനെ ഒന്ന് പോയി കഥ പറഞ്ഞു നോക്കുക. അങ്ങനെ ഞാൻ പോയി കഥ പറഞ്ഞു. ഞാൻ ഇതുമാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, എനിക്ക് മമ്മൂക്ക വേണം, പ്ലസ് പീരിയഡ് ഹൊറർ സ്റ്റോറിയാണ്, ഇതാണ് ഞാൻ ആദ്യം പിച്ച് ചെയ്തത്. അപ്പൊ തന്നെ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയി. എൻ്റെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്താ വെച്ചാൽ ആ ദിവസം തൊട്ട് ഇന്ന് വരെയും പ്രൊഡ്യൂസർ ഇതിൽ ഫുൾ എഫേർട്ടിലാണ് നിന്നിരിക്കുന്നത്. ഫുൾ സപ്പോർട്ടാ. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. എനിക്ക് മുമ്പുള്ള ഫിലിമിലും അതുമാതിരി ബ്ലെസ്സിങ് അൻവറൊക്കെയാണ് പ്രൊഡ്യൂസർ ആയിരുന്നത്. സോ ഒരു പ്രൊജക്ട് മൗണ്ട് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും വലിയൊരു റിസ്ക് ഫസ്റ്റ് നമ്മളിപ്പോ റിലീസ് ആയതുകൊണ്ട് നമുക്കറിയാം സക്സസ്ഫുൾ ആയി. ബട്ട് ആ ടൈമില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുഷ് ചെയ്ത് തന്നെ. അതെ അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റ്. പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസ് ചെയ്യുക ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഭയങ്കര ഈസ് വെരി ക്രിയേറ്റീവ്ലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഈവൻ ഫോർ എവറിത്തിങ്. നമ്മള് പോസ്റ്റർ ഡിസൈനിങ് ആണെങ്കിലും എല്ലാത്തിലും പുള്ളിയുടെ ഒരു ഇൻപുട്ട് ഉണ്ടാവും. നമുക്ക് അങ്ങനെ ലോഗോ അങ്ങോട്ട് വെക്കാം, ഇങ്ങോട്ട് വെക്കാം, അത് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഇറ്റ് കമ്മിങ് ഫ്രം ദ ഹാർട്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ എം വെരി താങ്ക്ഫുൾ. നിങ്ങളുടെ റാം സാറും ശശി സാറൊക്കെ ഫിലിം സ്കൂളില് പുള്ളി എന്റെ ഫിലിം അക്കാഡമിയിലെ സീനിയർ ആയിരുന്നു. ലണ്ടൻ ഫിലിം അക്കാഡമിയില് അന്ന് പരിചയപ്പെട്ടിട്ടില്ല, ബട്ട് എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. സംസാരിച്ച രീതി അപ്പോഴാണ് മനസ്സിലായോ നമ്മൾ തമ്മിൽ ഒരേ സ്കൂളിൽ നിന്നല്ലേ തിരുമേനി പറഞ്ഞു നമ്മൾ തമ്മിൽ അമേരിക്കയിൽ. ഈ സിനിമ കണ്ട് ഇപ്പൊ സക്സസ് ആണ്. മമ്മൂക്ക അത് കഴിഞ്ഞ് വിളിച്ചിരുന്നു. മമ്മൂക്ക ആ ദിവസം തന്നെ എന്താണ് പറഞ്ഞത്? ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റ്മെന്റിലാണ് സംസാരിച്ചത്. മമ്മൂക്ക കാണാൻ പോയി? ഇല്ലില്ല, കാണണം. ഇന്ന് ഈവനിങ് കാണും. ഇന്ന് വൈകിട്ട് കാണും. അതെ, നമുക്ക് ഇന്നലെ വരെ ഷൂട്ടിലായിരുന്നു, കോയമ്പത്തൂർ ഷൂട്ടിലായിരുന്നു. അപ്പൊ ഇന്ന് പോയി കാണും. എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലെ? കാതല് കഴിഞ്ഞിട്ടും എല്ലാരും പോയി അത് കഴിഞ്ഞിട്ടൊന്ന് കാണുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടെ അടുത്ത്. എല്ലാവരും കൂടെ പോയി അണ്ടർ സ്കോഡ് കഴിഞ്ഞിട്ടും എല്ലാവരും കൂടെ വിജയം കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് പോകുന്നു. അതുപോലെ ഒരു കൂടിക്കാഴ്ച ഇന്നും ഉണ്ടാവും. തീർച്ചയായും അല്ലെ? പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചോ? വിളിച്ചായിരുന്നു. പറയൊന്ന് ചോദിച്ചാലേ അത് വരുമല്ലേ? ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. വിളിച്ച് സംസാരിച്ചതിന് ഭയങ്കര ഒരു ഓണായി പോയി. ആ സമയത്ത് ജോർജ് ചേട്ടൻ വിളിച്ച് ഹാപ്പി അല്ലേ, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ജോർജ് ചേട്ടൻ ചോദിച്ചു മമ്മൂക്കയോട് സംസാരിക്കണോ? ഞാൻ സംസാരിച്ചാൽ കൊള്ളാം, സ്പോട്ടിൽ കൊടുത്ത് സംസാരിച്ചു. എന്താ പറഞ്ഞു? 100-110 കാർ ഓടിച്ചു.
ആ വിളിയില് അതുവരെ മാന്യനായിരുന്നു. ഓക്കെ നമുക്ക് വെച്ച പാടെ ചാടി തുള്ളി ഓട്ടമാണ്. അല്ല അതൊക്കെ ഒരു സിനിമ കഴിഞ്ഞിട്ടേ നമുക്കായ പോലെ ഒരു ആക്ടറൊക്കെ നമ്മൾ വിളിക്കുക എന്ന് പറയുന്നത് തന്നെ അല്ലേ സിദ്ധാർത്ഥുമായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചു. അതാണ് നമുക്ക് എല്ലാവരുമായിട്ട് സംസാരിച്ച ആ സിനിമ കഴിഞ്ഞതിന് ശേഷം അല്ലെ ഒരു സിനിമയുടെ വിജയം. എനിക്ക് ഈ സിനിമയിൽ കണ്ടത് നമുക്ക് പേടി പല രീതിക്കാണ് അല്ലെ. എന്റെ പേടിയായിരിക്കില്ല സിദ്ധാർത്ഥന്റെ അർജുന്റെ അല്ലെ. അവനിലൊന്നും നിങ്ങളൊന്നും പേടി പല രീതിക്കുണ്ട്. ഇത് നമ്മൾ പേടിക്കണം അല്ലെങ്കിൽ പേടിപ്പിക്കും എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. എനിക്ക് അത് പേടിയാവും അല്ലെങ്കിൽ മറ്റൊരു പ്രേക്ഷകന് പേടിയാവും. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു രാഹുലിന്റെ ഈ കഥയിൽ? ഇല്ല, അത് ആ ഇന്റൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പേടിപ്പിക്കണം എന്ന് പറഞ്ഞ ഇന്റൻഷൻ ആയിരുന്നില്ല ഈ പടം. ഇത് വേറെ രീതിയിലുള്ള ഒരു ഹൊററാണ്. ക്യാരക്ടറും ആ പെർഫോമൻസിലുമാണ് അതിന്റെ ഒരു സൈക്കോളജിക്കൽ അതിന്റെ ഒരു എലമെന്റ്സ് ഇരിക്കുന്ന ക്യാരക്ടറൈസേഷനിലാണ്. അതില് പേടി ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. ആ ഒരു ക്യാരക്ടർ സംസാരിക്കുമ്പോഴും ഓപ്പോസിറ്റ് ഉള്ള ഒരു വേറൊരു ക്യാരക്ടർ ആ സിറ്റുവേഷൻ പേടി കുറച്ച് സസ്പെൻസ്ഫുൾ ആവുക എന്നുള്ളതായിരുന്നു. അല്ലാണ്ട് ഇത് ഞെട്ട് അങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു ഹൊറർ ഫിലിം അല്ല. അത് അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ അതെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കവിടെ പല്ലുകൾ അല്ലെ നമുക്ക് മുറുക്കി ചുമക്കുന്ന ആ ചുമപ്പുകൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത്? നമുക്ക് എന്താണ് പറയുന്നത്? ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അത് ഇതേമാതിരി നമ്മൾ ഈ ട്രയലിന്റെ തൊട്ട് മുമ്പ് മമ്മൂക്കയുടെ പല്ല് വളരെ ക്ലീൻ നീറ്റ് നല്ല രസമാണ്. നല്ല അപ്പൊ അത് കുറച്ച് വൃത്തികേടാക്കാനുള്ള ഒരു ഇന്റൻഷനിൽ ഞാനിത് പറഞ്ഞു. അപ്പൊ മമ്മൂക്ക തന്നെ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് പല്ല് വെക്കുക. കാരണം ഇത് മുറുക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ ഫുൾ ടൈം. അപ്പൊ കറ പിടിച്ച് അങ്ങനത്തെ ഒരു അങ്ങനെ മമ്മൂക്ക ശരി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് ട്രയൽ ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ചെയ്തിട്ടൊരു പുള്ളിയുടെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടാണ് പല്ല് വെച്ച്. പിന്നെ ഒരു മേക്കപ്പ് ട്രയൽ ചെയ്ത എല്ലാ ക്യാരക്ടറും അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഭയങ്കര രസമായിരുന്നു. അത് ട്രയൽ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അല്ലേ ഫുൾ ക്യാരക്ടറിലേക്ക് എത്തിയത്. അത് ആ മാലയൊക്കെ മമ്മൂക്കയുടെ ഇൻപുട്സ് ആയിരുന്നു. അത് ആ ബെയർ ബോഡി അല്ലേ, അതില് നമുക്ക് ഒരു മാലയും കൂടി ഉണ്ടെങ്കിൽ രസമായിരിക്കും. അതൊക്കെ മമ്മൂക്കയുടെ ആഡ് ഓൺസ് ആണ്. അതൊക്കെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തു സാധനം. ഉറപ്പാണ്. ഈ മമ്മൂക്ക അതിനകത്ത് എനിക്ക് പിന്നീട് ഒരു കാര്യം കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലാണ്. ആർക്കും കോസ്റ്റ്യൂം എന്ന് പറയാനില്ല അല്ലെ, എല്ലാം ഇത്രയും തന്നെയാണ്. അത്തരം ഒരു തീരുമാനം അല്ലെ ആർക്കും കോസ്റ്റ്യൂം അല്ല പറയുന്നത് സിമ്പിൾ ആണ്. പക്ഷെ നമ്മള് ഷൂട്ടിയുടെ ഇത് കണ്ടിന്യൂറ്റീവ് പ്രശ്നമുണ്ടോ അല്ലെ? ഒരാൾക്ക് 5 മുണ്ട് വെച്ചു 5 മുണ്ട് വെച്ചിട്ട് ഇത് ആ മുണ്ട് നനയും, മുണ്ടിൽ ചളിയാവും. കണ്ടിന്യൂറ്റി നിയർലി 50 days നമ്മൾ പിടിക്കണം. മറ്റേ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സീനിൽ ഒരു മേ ബി ഒരു ഷർട്ടും പാന്റും ഒക്കെ ആയിരിക്കും. അത് അടുത്ത സീനിൽ വേറെ ഇറ്റ്സ് വെരി ഈസി ടു മാനേജ്. ഇതില് ഒറ്റ സാധനം തന്നെ പിടിക്കണേ. നമ്മള് തുടക്കമുള്ള ഒരു സീന് ചിലപ്പോ 40ാമത്തെ ദിവസമാണ് എടുക്കുക. ആ കണ്ടിന്യൂറ്റി ചെളി കൂടി അതിന്റെ ഒരു ഗ്രാജുവൽ ഷെയ്ഡ്സ് മാറുന്നത് അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പറയുന്നത് സിമ്പിൾ അല്ല. കാണുമ്പോ സിമ്പിൾ, കാണുമ്പോ വെരി സിമ്പിൾ. ഒറ്റ മുണ്ട് അവിടെ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം പറഞ്ഞു. ഈ മുണ്ടല്ല അത് 5 ആണ് 7 അല്ല 5 കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര അതാണ് ഞാൻ ചോദിച്ചത്. കാണുമ്പോ സിമ്പിൾ അല്ലേ? ഒരു മുണ്ട് നമുക്കാണ് ഒരു മുണ്ട് ട്രോളൊക്കെ ഒന്നല്ല. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് കടയിൽ പോയിട്ട് പ്രമേയത്തിന് കോസ്റ്റ്യൂം പിടിച്ചിട്ട് 3 മുണ്ട്. അതല്ല വൻ പരിപാടികൾ നടക്കുന്നുണ്ട്. ചെളി കണ്ടിന്യൂറ്റി, ചോര കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ. എന്തായാലും പണം സൂപ്പർ ഹിറ്റ് തന്നെ. ഇനിയും അതിനപ്പുറത്തേക്ക് ഹിറ്റ് ആകട്ടെ. ഇതിന്റെ 50ാം ദിവസവും 100ാം ദിവസവും ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകും എന്ന് വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്. ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ വന്ന മമ്മൂക്കയുടെ പടങ്ങൾ നോക്കുമ്പോൾ എല്ലാം അങ്ങനെ ആഘോഷം. ഇപ്പം കാതലിന്റെ ആഘോഷം നമ്മൾ നടത്താൻ പോകും. അപ്പൊ ഇതിന്റെ ഒരു കേക്ക് മുറികൾ അവിടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. കുടിക്കാലോ. അതെ, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും സിനിമ കണ്ടവർക്ക് ഇനിയും കാണാനുള്ള സിനിമ തന്നെയാണ്. അതാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു 5 പേരിലൂടെ ഒരു സിനിമ കൊണ്ടുപോകാമെന്നും 5 പേര് കഥാപാത്രങ്ങൾ ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യാമെന്ന് കാണിച്ച ഒരു ഡയറക്ടർ. ഒത്തിരി സന്തോഷം. താങ്ക് യു.